വെൽക്കം ടു എജ്യൂപേഴ്സ്. 26-ാം തീയതി നാളെ എക്കണോമിക്സിൻ്റെ +2 പരീക്ഷ നടക്കുകയാണല്ലോ. എക്കണോമിക്സിൻ്റെ +2 പരീക്ഷയിൽ ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് ഇന്ന് ചർച്ച ചെയ്യാം. ആദ്യം 8 മാർക്കിൻ്റെ എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ്. മൈക്രോ ഇക്കണോമിക്സിൽ 2ാമത്തെ പാഠത്തിൽ 8 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ബജറ്റ് ലൈനുമായി ബന്ധപ്പെട്ട ചോദ്യം. ചോദ്യത്തിൽ ഒരു കൺസ്യൂമറിൻ്റെ വരുമാനവും തരും, അയാൾ വാങ്ങുന്ന 2 സാധനങ്ങളുടെ വിലകളും തരും. അത് വെച്ചുകൊണ്ട് നമ്മൾ ആദ്യം ബജറ്റ് സെറ്റ്, അതായത് കൺസ്യൂമർ വാങ്ങുന്ന ബണ്ടിലുകൾ ആദ്യം എഴുതണം. പിന്നെ ബജറ്റ് ലൈൻ സൂത്രവാക്യം ഇക്വേഷൻ എഴുതണം. പിന്നെ ബജറ്റ് ലൈൻ വരയ്ക്കണം. പിന്നെ ബജറ്റ് ലൈൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കണം. പിന്നെ വരുമാനത്തിലോ ഏതെങ്കിലും ഒരു സാധനത്തിൻ്റെ വിലയിലോ മാറ്റം വരുമ്പോൾ ബജറ്റ് ലൈനിൽ വരുന്ന ഷിഫ്റ്റിംഗ് കാണിക്കണം. ഇത്രയും ഒരുമിച്ചൊരു ചോദ്യമായിട്ട് 8 മാർക്കിന് ചോദിക്കും. അപ്പോൾ ഇവിടെ ബജറ്റ് ലൈൻ വരയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റും ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റും കണ്ടുപിടിച്ചതിന് ശേഷം മാത്രമേ ബജറ്റ് ലൈൻ വരയ്ക്കാൻ പാടുള്ളൂ. ആ പാഠത്തിൽ തന്നെ 8 മാർക്കിന് ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ് കൺസ്യൂമേഴ്സ് ഒപ്റ്റിമം അല്ലെങ്കിൽ കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം, ഒരു ഉപഭോക്താവിൻ്റെ സന്തുലിതാവസ്ഥ ഒരു ഗ്രാഫിൻ്റെ സഹായത്തോടു കൂടി വിവരിക്കാൻ ചോദിക്കും. അതായത് ഒരു കൺസ്യൂമറിന് പരമാവധി സംതൃപ്തി ലഭിക്കുന്ന ബണ്ടിലുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് ഒരു ഗ്രാഫിൻ്റെ സഹായത്തോടു കൂടി വിവരിക്കുക എന്നും ചോദിക്കും. ആ ചോദ്യത്തിൻ്റെ ഗ്രാഫ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഗ്രാഫിൽ ബജറ്റ് ലൈനും നിസ്സംഗത വക്രവും ഇൻഡിഫറൻസ് കർവുമാണ് വരയ്ക്കേണ്ടത്. ബജറ്റ് ലൈനിൻ്റെയും ഇൻഡിഫറൻസ് കർവിൻ്റെയും ചെരിവ് തുല്യമാകുന്ന പോയിന്റിലാണ് കൺസ്യൂമറിൻ്റെ ഇക്വിലിബ്രിയം. അപ്പോൾ ആദ്യം നമ്മൾ കൺസ്യൂമർ ഇക്വിലിബ്രിയം എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. അതിനുശേഷം ഗ്രാഫ് വരയ്ക്കണം. അതിനുശേഷം ഒരു കൺസ്യൂമർ ഇക്വിലിബ്രിയത്തിലാകുന്ന കണ്ടീഷൻ, നിബന്ധന എഴുതണം. നിബന്ധന എന്ന് പറയുമ്പോൾ ബജറ്റ് ലൈൻ്റെ ചെരിവ് സമം നിസ്സംഗത വക്രത്തിൻ്റെ ചെരിവ്. സ്ലോപ്പ് ഓഫ് ബജറ്റ് ലൈൻ ഈസ് ഈക്വൽ ടു സ്ലോപ്പ് ഓഫ് ഇൻഡിഫറൻസ് കർവ്. ബജറ്റ് ലൈൻ്റെ ചെരിവിന് താഴെ -P1/P2 സമം നിസ്സംഗത വക്രത്തിൻ്റെ ചെരിവിന് താഴെ MRS. ഇത്രയുമാണ് ആ ചോദ്യത്തിൽ ഉത്തരമായിട്ട് എഴുതേണ്ടത്. ഇനിയും മൈക്രോ എക്കണോമിക്സിലെ 3ാമത്തെ പാഠമായ പ്രൊഡക്ഷൻ കോസ്റ്റ് എന്നുള്ള പാഠത്തിൽ 8 മാർക്കിന് ചോദിക്കുന്നൊരു ചോദ്യമാണ് ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ അഥവാ ലോ ഓഫ് ഡിമിനിഷിംഗ് റിട്ടേൺസ്, വിഭേദക അനുപാത നിയമം അല്ലെങ്കിൽ അപജയ പ്രത്യയ നിയമം. ഇത് ഗ്രാഫ് വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും. ഗ്രാഫിൽ TP കർവ് ഉണ്ടായിരിക്കണം, AP കർവ് ഉണ്ടായിരിക്കണം, MP കർവ് ഉണ്ടായിരിക്കണം. നമുക്കറിയാം ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് ഒരു ഹ്രസ്വകാല ഷോർട്ട് ടേം പ്രൊഡക്ഷൻ ഫംഗ്ഷനാണ്. ആദ്യം എന്താണ് ലോ എന്ന് എഴുതണം. ഒരു ഉൽപ്പാദകൻ ഒരു നിവേശം മാത്രം വർദ്ധിപ്പിക്കുകയും ബാക്കി എല്ലാ നിവേശങ്ങളും സ്ഥിരമായിട്ട് വയ്ക്കുകയും ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് ലഭിക്കുന്ന ഉൽപ്പന്നം 3 വ്യത്യസ്ത സ്റ്റേജിലൂടെ കടന്നു പോകുന്നു. അഥവാ അയാളുടെ സീമന്ത ഉൽപ്പന്നം ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ കുറയുന്നു. അതാണ് ഈ ലോ പറയുന്നത്. അത് കാണിക്കുന്ന ഡയഗ്രാം വരയ്ക്കണം. 3 സ്റ്റേജിലെയും AP-യുടെയും MP-യുടെയും TP-യുടെയും പ്രത്യേകതകളും എഴുതണം. ഇതാണ് ആ ചോദ്യം. ഇനിയും അതേ പാഠത്തിൽ തന്നെ 8 മാർക്കിന് ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്, മിക്കവാറും പബ്ലിക് എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാവുന്നൊരു ചോദ്യമാണ് കോസ്റ്റ്, ഉൽപ്പാദകൻ്റെ ചെലവുകൾ പൂർത്തിയാക്കാനുള്ള പട്ടിക. ഏതെങ്കിലും ഒരു കോസ്റ്റ് തരും. ചിലപ്പം TC ആയിരിക്കാം, അല്ലെങ്കിൽ TVC ആയിരിക്കാം. ഏതെങ്കിലും ഒരു കോസ്റ്റ് തരും. ബാക്കിയുള്ള 6 കോസ്റ്റിൻ്റെ കോളം നമ്മൾ ഫില്ല് ചെയ്യേണ്ടി വരും. അതിൻ്റെ കൂടെ ഏതെങ്കിലും 3 കോസ്റ്റിൻ്റെ കർവ് വരയ്ക്കേണ്ടി വരും, ഡയഗ്രാം വരയ്ക്കേണ്ടി വരും. ഡയഗ്രാം ചിലപ്പോൾ TCയും TFCയും TVCയും ആയിരിക്കാം, അല്ലെങ്കിൽ AVCയും ACയും MCയും ആയിരിക്കാം. അപ്പോൾ ഈ ടേബിൾ പൂർത്തിയാക്കാനും ഡയഗ്രാം കൂടിയാണ് 8 മാർക്കിന് ചോദിക്കുക. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ 8 മാർക്കിന് ചോദിക്കുന്ന ഒരു ചോദ്യം പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്നുള്ള ചാപ്റ്ററിലെ തിയറി ഓഫ് ദ ഫേം അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്നുള്ള ചാപ്റ്ററിലെ ഒരു ഉൽപ്പാദകൻ്റെ ഇക്വിലിബ്രിയം, പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ പൂർണ്ണ കിടമത്സര കമ്പോളത്തിലെ ഒരു ഉൽപ്പാദകൻ്റെ ഇക്വിലിബ്രിയം എന്നുള്ള ചോദ്യം. ഈ ചോദ്യം പല രീതിയിൽ ചോദിക്കാറുണ്ട്. ഒരു ഫേമിൻ്റെ ഒപ്റ്റിമം എന്ന് ചോദിക്കാറുണ്ട്. ഒരു ഉൽപ്പാദകൻ്റെ സന്തുലിതാവസ്ഥ അല്ലെങ്കിൽ ഉൽപ്പാദകന് മാക്സിമം പ്രോഫിറ്റ് കിട്ടുന്ന ഉൽപ്പന്നം ഒരു ഗ്രാഫിൻ്റെ സഹായത്തോടെ വിവരിക്കുക. അല്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കാറുണ്ട്, എ ഫേം അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ വിൽ നോട്ട് ഗെറ്റ് മാക്സിമം പ്രോഫിറ്റ് വെൻ MC മോർ ദാൻ MR ഓർ MC ലെസ് ദാൻ MR എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് എന്നിട്ട് എക്സ്പ്ലെയിൻ ചോദിക്കും.
അതായത് MCMRനേക്കാൾ കൂടുതലുള്ള സമയത്തോ MCMRനേക്കാൾ കുറവുള്ള സമയത്തോ ഒരു ഉൽപ്പാദകന് ഒരിക്കലും മാക്സിമം ലാഭം കിട്ടില്ല. അത് വിവരിക്കാമെന്ന് ചോദിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ ഉൽപ്പാദകൻ്റെ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ കമ്പോളത്തിലെ ഉൽപ്പാദകൻ്റെ സന്തുലിതാവസ്ഥയാണ് എഴുതേണ്ടത്. ഒരു ഉൽപ്പാദകന് മാക്സിമം ലാഭം കിട്ടുന്ന പോയിൻ്റാണ് എഴുതേണ്ടത്. അത് ഗ്രാഫ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഗ്രാഫിൽ P = AR = MR വക്രം ഹൊറിസോണ്ടൽ ലൈൻ ഉണ്ടായിരിക്കണം. പിന്നെ MC വക്രം ഉണ്ടായിരിക്കണം. പിന്നെ ഹ്രസ്വ കാലയളവാണെങ്കിൽ AVC വക്രം ഉണ്ടായിരിക്കണം. ദീർഘകാലയളവാണെങ്കിൽ LAC വക്രവും ഉണ്ടായിരിക്കണം. എന്നിട്ട് ആ 3 കണ്ടീഷൻ, ഉൽപ്പാദകന് മാക്സിമം ലാഭം കിട്ടുന്ന 3 കണ്ടീഷൻ നമ്മൾ എഴുതണം. ഒന്നാമത്തെ കണ്ടീഷൻ MC = MR അല്ലെങ്കിൽ P = MC എന്ന് എഴുതുക. രണ്ടാമത്തെ കണ്ടീഷൻ MC മസ്റ്റ് ബി റൈസിങ്, MC വർദ്ധിക്കുന്നതായിരിക്കണം, അഥവാ MC കുറയാൻ പാടില്ല. അതും അല്ലെങ്കിൽ MR കർവിനെ MC താഴെ നിന്ന് കട്ട് ചെയ്യണം. മൂന്നാമത്തെ കണ്ടീഷൻ ഇൻ ദി ഷോർട്ട് പീരീഡ്, ഹ്രസ്വ കാലയളവിൽ പ്രൈസ് മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മിനിമം AVC. ഇൻ ദി ലോങ് പീരീഡ് പ്രൈസ് മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മിനിമം LAC. ഇതാണ് കണ്ടീഷൻസ്. ഈ കണ്ടീഷനും കൂടി നമ്മൾ എഴുതണം. ഇതാണ് 8 മാർക്കിന് ചോദിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം. ഇനിയും 8 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ചോദ്യം മൈക്രോ എക്കണോമിക്സിൽ അവസാനത്തെ പാഠത്തിലെ മാർക്കറ്റ് ഇക്വിലിബ്രിയം എന്നുള്ള പാഠത്തിലെ എക്സ്പ്ലെയിൻ മാർക്കറ്റ് ഇക്വിലിബ്രിയം വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ഡയഗ്രാം, ഒരു കമ്പോളത്തിൻ്റെ സന്തുലിതാവസ്ഥ ഒരു ഗ്രാഫ് വരച്ച് വിവരിക്കുക എന്നൊരു ചോദ്യം ഉണ്ടാവും. അതിൻ്റെ കൂടെ ഡിമാൻഡ് കർവിൻ്റെയോ സപ്ലൈ കർവിൻ്റെയോ ചോദന വക്രത്തിൻ്റെയോ പ്രധാന വക്രത്തിൻ്റെയോ ഷിഫ്റ്റിംഗ് കമ്പോള വിലയെയും കമ്പോള ക്വാണ്ടിറ്റിയെയും സന്തുലിത വിലയും സന്തുലിത ക്വാണ്ടിറ്റിയെയും എങ്ങനെ സ്വാധീനിക്കുന്നു എന്നും കൂടെ കാണിക്കാൻ ചോദിക്കും. അങ്ങനെ ഒരു ചോദ്യം കൂടി പ്രതീക്ഷിക്കാം. അപ്പോൾ മാർക്കറ്റ് ഇക്വിലിബ്രിയം എന്നുള്ള ചാപ്റ്ററിൽ ഡിമാൻഡ് കർവും സപ്ലൈ കർവും ഒരുമിച്ച് വരയ്ക്കുന്ന ഒരു ഡയഗ്രാം, ഡിമാൻഡ് സപ്ലൈയും തുല്യമാകുന്ന പട്ടിക, ആ ഡയഗ്രാം വിവരിക്കുക. അതിനുശേഷം ഡിമാൻഡ് കർവിൻ്റെയും സപ്ലൈ കർവിൻ്റെയും എല്ലാ രീതിയിലുള്ള ഷിഫ്റ്റിംഗ് നിങ്ങൾ മനസ്സിലാക്കി പഠിക്കുക. അത് ചോദിക്കും. ഇത്രയുമാണ് മൈക്രോ എക്കണോമിക്സിലെ 8 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ. ഓക്കെ, ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ ചർച്ച ചെയ്യാം. ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുമ്പോൾ ഇപ്പോൾ ഫുൾ മാർക്ക് ലഭിക്കണമെങ്കിൽ ഈ ചോദ്യങ്ങൾ മാത്രം പഠിച്ചാൽ പോരാ, ടെക്സ്റ്റ് ബുക്ക് മുഴുവൻ പഠിക്കേണ്ടി വരും. ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ മാത്രം പരീക്ഷയ്ക്ക് നിരന്തരമായിട്ട് ചോദിക്കുന്ന, കഴിഞ്ഞ കുറേ വർഷങ്ങളിൽ പബ്ലിക് എക്സാം ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ ആവർത്തിച്ചു വരുന്ന കുറച്ച് ചോദ്യങ്ങൾ മാത്രം നമുക്ക് ഈ സമയത്ത് ചർച്ച ചെയ്യാം. മൈക്രോ എക്കണോമിക്സിൽ ഒന്നാമത്തെ പാഠത്തിൽ ആദ്യം ഓർത്തിരിക്കേണ്ടത് ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് ആഡം സ്മിത്ത്, അദ്ദേഹത്തിൻ്റെ ബുക്കിൻ്റെ പേര് വെൽത്ത് ഓഫ് നാഷൻ, പ്രസിദ്ധീകരിച്ച വർഷം 1776. പിന്നെ ഓർത്തിരിക്കേണ്ടത് ഒരു രാജ്യത്തെ എല്ലാ സാമ്പത്തിക പ്രശ്നങ്ങളുടെയും അടിസ്ഥാന കാരണം ദുർലഭമായ സാമ്പത്തിക വിഭവങ്ങൾ, സ്കേഴ്സിറ്റി ഓഫ് ഇക്കണോമിക് റിസോഴ്സസ്. പിന്നെ 3 മാർക്കിന് 4 മാർക്കിന് ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ഒരു രാജ്യത്തിൻ്റെ കേന്ദ്ര സാമ്പത്തിക പ്രശ്നങ്ങൾ, സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ആൻ ഇക്കണോമി. പിന്നെ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്, അതിൽ കൂടുതൽ ചോദിക്കാറുള്ളത് ഒരു PPC വരച്ച് ഒരു PPCയുടെ ഉള്ളിലുള്ള പോയിൻറ്റും PPCന്മേലുള്ള പോയിൻറ്റും PPCയുടെ പുറത്തുള്ള പോയിൻറ്റും അടയാളപ്പെടുത്തുക. നമുക്കറിയാം PPCയുടെ ഉള്ളിലുള്ള പോയിൻറ്റിൻ്റെ പ്രത്യേകതയാണ് റിസോഴ്സിൻ്റെ ഭാഗികമായ ഉപയോഗം, കാര്യക്ഷമമല്ലാത്ത ഉൽപ്പാദനം. PPCന്മേലുള്ള പോയിൻറ്റിൻ്റെ പ്രത്യേകതയാണ് റിസോഴ്സിൻ്റെ പൂർണ്ണമായ ഉപയോഗം, കാര്യക്ഷമം ആയ ഉൽപ്പാദനം. PPCയുടെ പുറത്തുള്ള പോയിൻറ്റിൻ്റെ പ്രത്യേകതയാണ് ഒരിക്കലും എത്തിച്ചേരാൻ കഴിയാത്ത ഉൽപ്പാദനം. പിന്നെ ഈ ചാപ്റ്ററിൽ മൈക്രോ ഇക്കണോമിക്സും മാക്രോ ഇക്കണോമിക്സും തമ്മിലുള്ള വ്യത്യാസം, കുറേ വേരിയബിൾസ് വരും, അത് മൈക്രോ ഇക്കണോമിക്സും മാക്രോ ഇക്കണോമിക്സുമായിട്ട് തരംതിരിക്കേണ്ടി വരും. ഇനി രണ്ടാമത്തെ പാഠഭാഗത്തിൽ ആദ്യം ഓർത്തിരിക്കേണ്ട ഒരു ചോദ്യമാണ് കൺസ്യൂമർ ബിഹേവിയറിനെ കുറിച്ചുള്ള 2 സമീപനങ്ങൾ, അതായത് ഉപയുക്തതയെക്കുറിച്ചുള്ള 2 സമീപനങ്ങൾ, യൂട്ടിലിറ്റിയെക്കുറിച്ചുള്ള 2 സമീപനങ്ങൾ. ഒന്നാമത്തെ സമീപനമാണ് കാർഡിനൽ അപ്രോച്ച്, കാർഡിനൽ സമീപനം. 2 ഓർഡിനൽ അപ്രോച്ച്, ഓർഡിനൽ സമീപനം. കാർഡിനൽ അപ്രോച്ച് പറയുന്നത് ഒരു സാധനം നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന സംതൃപ്തി എണ്ണൽ സംഖ്യയിലൂടെ അളന്ന് തിട്ടപ്പെടുത്താൻ കഴിയുമെന്നുള്ളതാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു വക്താവാണ് ആൽഫ്രഡ് മാർഷൽ. ഓർഡിനൽ സമീപനം പറയുന്നത് ഒരിക്കലും നമുക്ക് ഉപയുക്തത എണ്ണൽ സംഖ്യയിലൂടെ അളന്ന് തിട്ടപ്പെടുത്താൻ കഴിയില്ല, പക്ഷേ സാധനങ്ങളെ ഉപയുക്തതയ്ക്കനുസരിച്ച് റാങ്ക് ചെയ്യാൻ കഴിയും. അതിൻ്റെ പ്രധാനപ്പെട്ട വക്താവാണ് J.R. ഹിക്സ്. പിന്നെ ഈ ചാപ്റ്ററിൽ പഠിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി. അത് 4 മാർക്കിനും 5 മാർക്കിനും ചോദിക്കാറുണ്ട്. അപ്പം അതിൻ്റെ ഗ്രാഫ് വരച്ച് അത് വിവരിക്കേണ്ടി വരും. ഒരു സാധനം കൂടുതൽ ഉപയോഗിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് ലഭിക്കുന്ന സീമന്ത ഉപയുക്തത കുറഞ്ഞു വരുന്നു എന്നുള്ള ആ തിയറി, അത് ഗ്രാഫ് വരച്ച് TU കർവും MU കർവും ഉൾപ്പെടുന്ന ഗ്രാഫ് വരച്ച് വിവരിക്കണം. പിന്നെ ബജറ്റ് ലൈനാണ് അതിൻ്റെ ചോദ്യം. എസ്സേയിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞു.
ബജറ്റ് ലൈൻ വരയ്ക്കാനും ഷിഫ്റ്റിംഗ് എല്ലാം കൂടി 8 മാർക്കിന് ചോദിക്കുന്നൊരു ചോദ്യം പ്രതീക്ഷിക്കാം. പിന്നെ ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഇൻഡിഫറൻസ് കർവിൻ്റെ പ്രത്യേകതകൾ, നിസ്സംഗത വക്രത്തിൻ്റെ പ്രത്യേകതകൾ, അത് ചോദിക്കും. ആ പ്രത്യേകത പഠിക്കുക. പിന്നെ ലോ ഓഫ് ഡിമാൻഡ്, ചോദന സിദ്ധാന്തം, അതും ഗ്രാഫ് വരച്ച് വിവരിക്കേണ്ടി വരും. പിന്നെയുള്ളതാണ് ഡിമാൻഡിൻ്റെ മൂവ്മെൻറ്റ് അലോങ് ദ ഡിമാൻഡ് കർവും ഡിമാൻഡ് കർവിൻ്റെ ഷിഫ്റ്റിങ്ങും, ഒരു ചോദന വക്രത്തിലൂടെയുള്ള മാറ്റവും ചോദന വക്രത്തിൻ്റെ ഷിഫ്റ്റിങ്ങും, അത് ശരിക്കും വേർതിരിച്ച് മനസ്സിലാക്കുക. പിന്നെ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡാണ്, ചോദന ഇലാസ്തികത, ചോദന ഇലാസ്തികത. അതെന്തായാലും മാത്തമാറ്റിക്കലായിട്ട് ചോദ്യം എന്തായാലും ഒരു ചോദ്യം വരാം. ഒരു സാധനത്തിൻ്റെ 2 വിലകളും 2 ഡിമാൻഡും തരും, എന്നിട്ട് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് കണ്ടുപിടിക്കേണ്ടി വരും. സിമ്പിളായിട്ടുള്ള സൂത്രവാക്യം ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ പി ഇൻറ്റു പി ബൈ ക്യൂ എന്നുള്ള സൂത്രവാക്യം വെച്ച് കണ്ടുപിടിക്കുക. പിന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സും കോംപ്ലിമെൻ്ററി ഗുഡ്സിൻ്റെ എക്സാമ്പിൾ ചോദിക്കും, അതറിഞ്ഞിരിക്കുക. പിന്നെ ഇൻഫീരിയർ ഗുഡ്സ്, തരംതാണ വസ്തുക്കൾ എന്താണെന്ന് പഠിക്കുക. പിന്നെ നമുക്ക് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിൻ്റെ 3 മെത്തേഡ്സ്, പ്രൊപ്പോർഷണറ്റ് മെത്തേഡ്, ആനുപാതിക രീതി, അതുപോലെ ചെലവ് രീതി, ജോമെട്രിക് രീതി. ജോമെട്രിക് രീതിയിൽ ഒരു നേർരേഖ ചോദനവക്രം വരച്ച് 5 ബിന്ദുക്കൾ അടയാളപ്പെടുത്തി 5 ഇലാസ്റ്റിസിറ്റി കണ്ടുപിടിക്കുന്ന രീതി, അത് ചോദിക്കാറുണ്ട്. ഇത്രയുമാണ് രണ്ടാമത്തെ പാഠഭാഗത്ത് നിന്ന് ഓർത്തിരിക്കേണ്ട ചോദ്യങ്ങൾ. ഇനി മൈക്രോ ഇക്കണോമിക്സിലെ സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രത്തിലെ 3ാമത്തെ പാഠം പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ്, ഉൽപ്പാദനവും ചെലവും എന്നുള്ള ചോദ്യത്തിൽ ആദ്യം ഓർത്തിരിക്കേണ്ടത് 2 ഉൽപ്പാദന ധർമ്മങ്ങൾ, വിഭേദക അനുപാതം, വേരിയബിൾ പ്രൊപ്പോർഷനും സ്ഥിരാനുപാതം, ഫിക്സഡ് പ്രൊപ്പോർഷനും. വിഭേദക അനുപാതം ഹ്രസ്വകാല ഉൽപ്പാദന ധർമ്മമാണ്. ഒരു നിവേശം മാത്രം വർദ്ധിപ്പിക്കുകയും ബാക്കി എല്ലാ നിവേശങ്ങളും സ്ഥിരമായിട്ട് വയ്ക്കുകയും ചെയ്യുന്ന ഉൽപ്പാദന ധർമ്മം. സ്ഥിര അനുപാതം ദീർഘകാല ഉൽപ്പാദന ധർമ്മമാണ്. എല്ലാ നിവേശങ്ങളും ഒരു നിശ്ചിത അനുപാതത്തിൽ വർദ്ധിപ്പിക്കുന്ന ഉൽപ്പാദന ധർമ്മം. പിന്നെയുള്ളത് ഒരു ഉൽപ്പാദകൻ്റെ ഹ്രസ്വകാലവും ദീർഘകാലവും തമ്മിലുള്ള വ്യത്യാസം. ഹ്രസ്വകാലയളവിൽ ഉൽപ്പാദകന് എല്ലാ നിവേശങ്ങളും വർദ്ധിപ്പിക്കാൻ സാധിക്കില്ല. വേരിയബിൾ ഇൻപുട്സ്, വിഭേദക നിവേശങ്ങൾ മാത്രമേ വർദ്ധിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ, സ്ഥിര നിവേശങ്ങൾ വർദ്ധിപ്പിക്കാൻ സാധിക്കില്ല. ദീർഘകാലയളവിൽ എല്ലാ നിവേശങ്ങളും വർദ്ധിപ്പിക്കാൻ സാധിക്കും. അവിടെ വിഭേദക നിവേശമെന്നോ സ്ഥിര നിവേശമെന്നോ വേർതിരിവുണ്ടായിരിക്കില്ല. പിന്നെ പഠിക്കേണ്ട 8 മാർക്കിൻ്റെ ചോദ്യം ഞാൻ നേരത്തെ പറഞ്ഞു, ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ, വിഭേദക അനുപാത നിയമം അല്ലെങ്കിൽ ലോ ഓഫ് ഡിമിനിഷിംഗ് റിട്ടേൺസ്, അത് പഠിക്കുക. പിന്നെ ഇതിൽ ഓർത്തിരിക്കേണ്ട മറ്റൊരു ചോദ്യമാണ് റിട്ടേൺസ് സ്കെയിൽ, തോതനുസരിച്ചുള്ള പ്രത്യയം 3 ഇൻക്രീസിങ് റിട്ടേൺസ് സ്കെയിൽ, കോൺസ്റ്റൻ്റ് റിട്ടേൺസ് സ്കെയിൽ, ഡിമിനിഷിംഗ് റിട്ടേൺസ് സ്കെയിൽ. തോതനുസരിച്ചുള്ള വർദ്ധമാന പ്രത്യയം, തോതനുസരിച്ചുള്ള സ്ഥിരപ്രത്യയം, തോതനുസരിച്ചുള്ള അപജയപ്രത്യയം. പിന്നെ കോസ്റ്റാണ്, ചെലവിൽ ഡയഗ്രാം വരയ്ക്കാൻ, ഏതെങ്കിലും ഒരു കോസ്റ്റിൻ്റെ ഡയഗ്രാം വരയ്ക്കാൻ ചോദിക്കും. മിക്കവാറും ചോദിക്കാറുള്ളത് AVCയും ACയും MCയും ഒരുമിച്ചുള്ളൊരു ഗ്രാഫ്, അത് തെറ്റുകൂടാതെ വരച്ച് പഠിക്കുക. പിന്നെ ACയും MCയും തമ്മിലുള്ള ബന്ധങ്ങൾ ചോദിക്കും കോസ്റ്റിൽ. പിന്നെ ഫിക്സഡ് കോസ്റ്റും വേരിയബിൾ കോസ്റ്റും, സ്ഥിര ചെലവും വിഭേദക ചെലവും തമ്മിലുള്ള അതിൻ്റെ പ്രത്യേകതകൾ, വ്യത്യാസം ചോദിക്കും. ഇതൊക്കെയാണ് ചെറിയ മാർക്കിൽ കോസ്റ്റ് എന്നുള്ള പാഠഭാഗത്ത് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ. പിന്നെ 8 മാർക്കിൻ്റെ ചോദ്യം ഞാൻ നേരത്തെ പറഞ്ഞു, കോസ്റ്റിൻ്റെ പട്ടിക പൂർത്തിയാക്കാനുള്ളത്. പിന്നെ 4ാമത്തെ പാഠഭാഗത്തിൽ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്നുള്ള പാഠഭാഗത്തിൽ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ്റെ ഫീച്ചേഴ്സ് എന്തായാലും പഠിക്കണം. അതുപോലെ പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ പൂർണ്ണ മത്സരത്തിൽ TRഉം AR MRഉം എങ്ങനെയാണെന്നുള്ള പഠിക്കണം. AR സമം MR, അതിൻ്റെ ഗ്രാഫ് പഠിക്കണം. AR MRഉം ഒരു നേർരേഖ ലൈനായിരിക്കും, ഹൊറിസോണ്ടലായിട്ടുള്ള നേർരേഖ ലൈനായിരിക്കും. TR നേർരേഖ സ്ട്രൈറ്റ് ലൈൻ മുകളിലേക്ക് വന്ന നേർരേഖയായിരിക്കും. പിന്നെ ഓർത്തിരിക്കേണ്ടത് പ്രോഫിറ്റ് മാക്സിമൈസേഷനാണ്. അതിൻ്റെ കണ്ടീഷൻ 3 കണ്ടീഷൻ അറിഞ്ഞിരിക്കണം. പിന്നെ 1 വേർഡ് ചോദിക്കാൻ സാധ്യതയുള്ളതാണ് ഷട്ട് ഡൗൺ പോയിൻറ്റും ബ്രേക്ക് ഈവൻ പോയിൻറ്റും. ഷട്ട് ഡൗൺ പോയിൻറ്റ് ഹ്രസ്വകാലയളവിൽ പ്രൈസ് ഇസ് ഈക്വൽ ടു മിനിമം AVC, ദീർഘകാലയളവിൽ പ്രൈസ് ഇസ് ഈക്വൽ ടു മിനിമം LAC. പിന്നെ ബ്രേക്ക് ഈവൻ പോയിൻറ്റ് ലാഭനഷ്ടരഹിത ബിന്ദു. അതിൻ്റെ 3 പ്രത്യേകതകൾ. 1ാമത്തെ പ്രത്യേകത, ആ പോയിൻറ്റിൽ TRഉം TCയും തുല്യമായിരിക്കും. 2ാമത്തെ പ്രത്യേകത, ആ പോയിൻറ്റിൽ ഉൽപ്പാദകന് സാധാരണ ലാഭം മാത്രമേ ലഭിക്കുകയുള്ളൂ. 3ാമത്തെ പ്രത്യേകത, പ്രൈസും ACയുടെ മിനിമം തുല്യമാകുന്ന പോയിൻ്റാണ് ആ പോയിൻ്റ്. പിന്നെ ഒരു ഉൽപ്പാദകൻ്റെ പ്രധാന വക്രം സപ്ലൈ കർവ്, MC വക്രത്തിൻ്റെ വർദ്ധിക്കുന്ന ഭാഗമാണ്. സപ്ലൈ കർവിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ, സപ്ലൈ കർവിനെ ഷിഫ്റ്റ് ചെയ്യിക്കുന്ന ഘടകങ്ങൾ, പ്രധാന വക്രത്തെ ഷിഫ്റ്റ് ചെയ്യിക്കുന്ന ഘടകങ്ങൾ 3 ഉണ്ട്. ഇൻപുട്ട് പ്രൈസ്, നിവേശങ്ങളുടെ വില, സാങ്കേതിക വിദ്യയിലെ മാറ്റം, യൂണിറ്റ് നികുതിയിലെ മാറ്റം. ഇത്രയും ആണ് 4ാമത്തെ പാഠഭാഗത്തിൽ നിന്ന് പഠിക്കേണ്ടത്. പിന്നെ 5ാമത്തെ പാഠഭാഗം മാർക്കറ്റ് ഇക്വിലിബ്രിയം. അതിലേറ്റവും കൂടുതൽ ചോദിച്ച് കാണാറുള്ളത് പ്രൈസ് സീലിങ്ങും പ്രൈസ് ഫ്ലോറുമാണ്.
തറവിലയും വിലപരിധിയും, അത് ഗ്രാഫ് വരച്ച് അതിൻ്റെ ഫലങ്ങൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും. പിന്നെ മാർക്കറ്റ് ഇക്വിലിബ്രിയം എന്താണെന്ന് അറിഞ്ഞിരിക്കുക, അതിൻ്റെ ഗ്രാഫ് വരയ്ക്കാൻ പഠിക്കുക. പിന്നെ ഓരോ ചോദന വക്രത്തിൻ്റെയും പ്രധാന വക്രത്തിൻ്റെയും ഷിഫ്റ്റിംഗ് എങ്ങനെയാണ് മാർക്കറ്റ് ഇക്വിലിബ്രിയത്തെ മാറ്റം വരുത്തുന്നതെന്ന് പഠിക്കുക. പിന്നെ എക്സസ് ഡിമാൻഡ്, എക്സസ് സപ്ലൈ, അമിത പ്രധാനം, അമിത ചോദനം. ഇത്രയുമാണ് മൈക്രോ ഇക്കണോമിക്സിൽ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ചോദ്യങ്ങൾ. ഓക്കെ.